ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ടുപോവാണ്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഡേ 2ൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജുമാ മോസ്കും ലഹിഷ് വില്ലേജൊക്കെ കണ്ടു. ഇത് ലഹിഷ് വില്ലേജ് നമ്മൾ ആക്ച്വലി ഗബാലയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഗബാല വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഗബാല പോകുന്ന വഴി ജർനാവ ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ നിർത്തി. ഈ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ലാഹിജിൻ്റെയും ഇസ്മയിലി വില്ലേജിൻ്റെയും ഇടയിലാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇവിടെ. 2 മന്നാത്ത് കൊടുത്താൽ ഇവിടുന്ന് ഫോട്ടോ എടുക്കാവുന്നതാണ്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരും ഫോട്ടോ എടുക്കാനുള്ള ആവേശത്തിലാണ്. Village people only they have only this road. Oh really? No have car. Where's the real? You know, see, you need to walk many kilometers. It's some few kilometers. ഇറാനിയൻ ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്ന ടാറ്റ് എത്നിക് ഗ്രൂപ്പിൽപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് ആ മൗണ്ടൈൻ്റെ അപ്പുറം എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് പറഞ്ഞത്. ഇവിടുത്തെ സ്പൈസസും ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ചെറിയ 4-5 ഷോപ്സ് കൂടി ഇതിൻ്റെ അടുത്തുണ്ട്. ഹാങ്ങിങ് ബ്രിഡ്ജ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഭയങ്കരമായിട്ട് ലേറ്റായിരുന്നു. ഏകദേശം 3 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ലോക്കൽ ട്രഡീഷണൽ ഫുഡായ കുത്തബ് കഴിക്കാൻ വേണ്ടി പോകുന്ന വഴി നിർത്തി. ഈ കുത്തബ് എന്ന് പറയുന്നത് മീറ്റിലും കിട്ടും, ഹേർബ്സിലും കിട്ടും. ഞാൻ കഴിക്കുന്നത് ഹേർബ്സിലുണ്ടാക്കിയ കുത്തബാണ്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഗബാല എത്തിയിരിക്കുകയാണ്. തുഫൻദക് മൗണ്ടൈൻ റിസോർട്ട്, ഇവിടെയാണ് നമ്മുടെ കേബിൾ കാർ റൈഡൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കേബിൾ കാറൊക്കെ കയറിയിട്ട് വരാം.
എനിക്ക് തോന്നുന്നു വിൻ്ററിലായിരിക്കും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ഇവിടെ കാണാൻ, ഫുൾ മഞ്ഞൊക്കെ ആയിട്ട്. നമ്മൾ വന്ന ടൈം ആക്ച്വലി മഞ്ഞെല്ലാം കുറഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നെ എല്ലാം ഒരു ഡ്രൈ ഡെസേർട്ട് മാതിരിയായിരുന്നു. അപ്പോൾ ഗ്രീനറി ഇല്ല, സ്നോവും ഇല്ല, അതിൻ്റെ ഒരു ഇടയ്ക്കിലുള്ള അവസ്ഥയായിരുന്നു. എന്നാലും ഉള്ളതുകൊണ്ട് ഓണം ആഘോഷിച്ചു. ഞാൻ എൻ്റെ ലൈഫിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം മഞ്ഞൊക്കെ കാണുന്നത്. അത് നല്ലോണം എൻജോയ് ചെയ്തു. ആക്ച്വലി വേറെയും സ്റ്റേഷൻസ് ഉണ്ട്, ബട്ട് അവിടുത്തെ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് കണ്ട് തിരിച്ച് മടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ നോഹൂർ ലേക്കിലെത്തി. ഇതവിടെ ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ലേക്ക് കാണാൻ പോവാം. ഓക്കെ, നല്ല കിഡിലൻ വൈബാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ. ചെറിയ കോട്ടേജ് മാതിരി ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഫുൾ ഗ്രീനറിയും അതിൻ്റെ അടുത്ത് ലേക്കും. ബ്യൂട്ടിഫുൾ സ്ഥലം. ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ, ഒരു ഡേ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ്. മൗണ്ടെയിൻ, ഗ്രീനറി, ലേക്ക്, ഫുഡ്, നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളിവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം, ഒരിക്കലും നഷ്ടാവില്ല. മെനുവിൽ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, ബട്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ട്രൈ ചെയ്യാൻ മെനക്കിടുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം അറിയുന്ന ബിരിയാണിയും ഒരു ചായയും വാങ്ങി. ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ അത്രയും സ്പൈസി ബിരിയാണിയല്ല, അതിൻ്റെ ടേസ്റ്റും അതുപോലെയല്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ആ റെസ്റ്റോറൻറ്റ് ഉള്ളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഒരു കിടില ആംബിയൻസ് ആട്ടോ ഇവിടെ. ഫുൾ ഗ്രീനറിയും ഓരോ ഇതുണ്ടാക്കി വെച്ചതും നല്ല ബ്യൂട്ടിഫുൾ. അതിൻ്റെ അടുത്ത് തന്നെ ലേക്കും, നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം.
നമ്മൾ നോഹൂറിലേക്ക് കണ്ടു കഴിഞ്ഞു. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് എഡ്ഡി ഗോസൽ വാട്ടർഫോൾ കാണാനാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞങ്ങൾ എത്തിയപ്പോൾ 7 മണി കഴിഞ്ഞിരുന്നു. ഷോപ്സൊക്കെ ഏതാണ്ട് എല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 7 മണി കഴിഞ്ഞിട്ടും പക്ഷേ ഇവിടെ ഇരുടായിട്ടില്ല. ഇവിടെ 8 മണി കഴിയും ഇരുടാവാൻ വേണ്ടിയിട്ട് ഈ ടൈമിൽ.
അങ്ങനെ നമ്മൾ വാട്ടർഫോളിൻ്റെ അവിടെ എത്തി. നല്ല ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ. ഇന്നത്തെ ഡേ നല്ല വർത്തായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്ത് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.